സുവിശേഷത്തെ പ്രതി എരിയുന്ന അഗ്നിയും ഹൃദയത്തിൽ പേറിക്കൊണ്ട് ഇതാ അനേകം വൈദികർ ലോകമെങ്ങും സഞ്ചരിക്കുന്നു. ദൈവരാജ്യവയലിൽ അവരിതാ തളരാതെ മുന്നേറുന്നു. ഇത് അരുണാചൽ പ്രദേശിലെ ഈറ്റാനഗർ രൂപതയിൽ നിരവധി വർഷം മിഷൻ സേവനം ചെയ്ത ഫാദർ മാത്യു പുതിയടത്ത് MCBS. വളരെ സങ്കീർണമായ മിഷൻ മേഖലയായ അരുണാചൽ പ്രദേശിലെ വിശ്വാസി സമൂഹത്തെക്കുറിച്ചും താൻ വികാരിയായി സേവനം ചെയ്ത മെംഗിയോ ഇടവകയെക്കുറിച്ചും തൻ്റെ ദൈവവിളിയുടെ ആഴങ്ങളെക്കുറിച്ചും മാത്യു അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ബിജുവച്ച, ശാലോം TV-യിലെ ജോഷു എന്ന ഈ പ്രോഗ്രാമിലെ അച്ഛനോടൊപ്പമുള്ള മൂന്നാമത്തെ എപ്പിസോഡാണിത്. സ്വാഗതം. ഫാദർ മാത്യു പുതിയടത്ത് MCBS ദിവ്യകാരുണ്യ പ്രേക്ഷിത സഭയാണ്. സഭയുടെ ഭാഗമാണ് അച്ഛൻ. അച്ഛൻ്റെ വീട്, അച്ഛൻ ജനിച്ചു വളർന്നതെല്ലാം നീലേശ്വരത്താണ്. കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരത്താണ്, കേരളത്തിൽ. നീലേശ്വരത്ത് അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും 8 മക്കളിൽ 6ാമനായിട്ടായിരുന്നു അച്ഛൻ്റെ ജനനം. നമ്മൾ 2 എപ്പിസോഡിലും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞതാണ്. പിന്നീട് അച്ഛൻ്റെ ആദ്യ എപ്പിസോഡ് മുതൽ പറഞ്ഞത് അച്ഛൻ്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് കുടുംബത്തിലെ ചില സാഹചര്യങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ സമയം, അതിനുശേഷം കുടുംബം ഒന്നിച്ചു നിന്ന് അതിനെ അതിജീവിക്കാൻ ശ്രമിച്ചത്, അങ്ങനെ അച്ഛനും ഒരുപക്ഷെ ഡിഗ്രി പഠനമൊക്കെ ഉപേക്ഷിച്ച് ജോലിക്ക് പോകേണ്ടി വന്ന സാഹചര്യം, പിന്നീട് ഒരുമിച്ച് തൊഴിലിലേക്ക് ഇറങ്ങേണ്ടി വന്നൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങേണ്ടി വന്നൊരു സാഹചര്യം, പിന്നീട് ജീസസ് യൂത്ത് മുന്നേറ്റവുമായിട്ട് ഒരു പരിചയപ്പെടാനുണ്ടായതും ചില വ്യക്തികളെയൊക്കെ അച്ഛൻ പരാമർശിച്ച് ഞാൻ ഓർക്കുന്നു. അവരുടെയൊക്കെ ഒരു ഇടപെടലിലൂടെയും അച്ഛൻ പതിയെ അച്ഛനിലുണ്ടായ ഒരു പ്രേക്ഷിത ചൈതന്യത്തിൻ്റെ ഒരു വളർച്ച എന്നോണം ഒരു വൈദിക പ്രേക്ഷിതനാകാൻ അച്ഛൻ തീരുമാനിക്കുകയും MCBS സഭയിലെത്തുകയും അച്ഛൻ്റെ കോട്ടയം പ്രോവിൻസിൻ്റെ MCBS കോട്ടയം പ്രോവിൻസിൻ്റെ ഭാഗമായി പിന്നീട് നോർത്ത് ഈസ്റ്റിലെ മിഷനിലേക്ക് അച്ഛൻ്റെ തിയോളജി പഠനം മുതൽ അങ്ങോട്ട് മാറുകയും 2013 ജനുവരി 5-ാം തീയതി വൈദികനായി അച്ഛന് കഴിഞ്ഞ 5 വർഷത്തിലേറെയായി അച്ഛൻ അരുണാചലിൽ മിഷണറിയായി ശുശ്രൂഷ ചെയ്യുന്നു. ഇപ്പോൾ ചെറിയൊരു വിശ്രമം, ആരോഗ്യപരമായ കാര്യങ്ങൾ, തിരിച്ച് വീണ്ടും അങ്ങോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മൾ അന്നത്തെ 2ാമത്തെ എപ്പിസോഡിൻ്റെ പറഞ്ഞ അവസാന ഭാഗത്ത്, തീർച്ചയായിട്ടും അവസാന ഭാഗത്ത് ഞാൻ ചോദിച്ചത്, ഒരു വൈദികൻ എന്ന നിലയിൽ തൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ജീവിതത്തിലുണ്ടാകുന്ന പ്രലോഭനങ്ങളെ എങ്ങനെ അതിജീവിക്കുന്നു. വളരെ ഭംഗിയായ ഒരു ഉത്തരം തന്നെ അച്ഛൻ പറഞ്ഞിരുന്നു. ഒന്ന്, തീർച്ചയായിട്ടും അച്ഛൻ്റെ ആദ്യ എപ്പിസോഡ് മുതൽ അച്ഛൻ റിപ്പീറ്റ് ചെയ്യുന്ന പ്രാർത്ഥനയാണ് ഒരു ബലം. 2ാമത്തെ കാര്യം അച്ഛൻ പറഞ്ഞിരുന്നു, എൻ്റെ ബലഹീനതകളും എൻ്റെ കുറവുകളും എനിക്കറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ ദൈവകൃപയാൽ വഴിമാറി നടക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. 3, മിഷനെക്കുറിച്ചുള്ള തീക്ഷ്ണതയും മിഷൻ്റെ പ്രവർത്തനങ്ങളും കൊണ്ട് ആ ഒരു മുഴുവൻ സമയവും അതിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മറ്റൊന്നും അധികം അച്ഛനെ ബാധിക്കാറില്ല. ഒരു മിഷണറിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ലൊരു മുഖം. എൻ്റെ ഇപ്പോഴത്തൊരു ചോദ്യം, അരുണാചൽ എന്ന് പറയുന്ന ആ ഒരു മിഷൻ പ്രദേശം അച്ഛനൊരു മിഷണറി വൈദികനായി എന്നത് മാത്രമല്ല, അത് അനേകർക്ക് ഒരു മിഷണറി പരിശീലനത്തിനുള്ളൊരു അവസരമാക്കി കൂടി അച്ഛൻ മാറ്റുന്നു എന്നാണ് എനിക്കറിയാൻ പറ്റുന്നത്. എന്താണ് അച്ഛാ, അതൊന്ന് വ്യക്തമാക്കാമോ? എങ്ങനെയാണ് ഒരു പ്രദേശം അവിടുത്തുകാർക്കല്ലാതെ മറ്റനേകർക്ക് ഒരു മിഷണറി പരിശീലന കളരിയാവുന്നത് എങ്ങനെയാണ്? വീണ്ടും ഇത് ഞാൻ വരേണ്ടത് ജീസസ് യൂത്ത് മുന്നേറ്റവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. കാരണം എനിക്ക് 2002 സെമിനാരിൽ ചേരുന്നതിന് തൊട്ട് മുമ്പാണ് ഒരു ഇൻ്റർസെഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നോർത്ത് ഈസ്റ്റിലൂടെയൊക്കെ പോകേണ്ടി വന്നത്. ഞാനും റെജി കൊട്ടുകാപ്പള്ളിയും കൂടെ. അപ്പം അങ്ങനെ പോയി ഞാൻ ഈ നോർത്ത് ഈസ്റ്റൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത തോന്നി, ഇതൊക്കെ എനിക്ക് മുമ്പ് കാണാൻ പറ്റാഞ്ഞ എന്തുകൊണ്ടാണ് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് സെമിനാരി പഠനം ആരംഭിച്ചു. ആ സമയത്തൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഞാൻ എവിടെയാണെങ്കിലും കുറേ പേരെയൊക്കെ ഈ മിഷനൊക്കെ കാണിക്കും, അങ്ങനെ മിഷനൊക്കെ കാണാനായിട്ട് സാഹചര്യം ഒരുക്കണം. എനിക്ക് അങ്ങനെയുള്ളൊരു അവസരം കിട്ടിയില്ല. യുവജനങ്ങളൊക്കെ ഇത് കാണും. പിന്നീട് ഞാൻ തിയോളജിക്ക് പഠിക്കുമ്പോഴൊക്കെ ജോൺ പോൾ മാർപ്പാപ്പയുടെ ചാക്രികലേഖനങ്ങളും അതുമൊക്കെ വായിക്കുന്ന സമയങ്ങളിലൊക്കെ ഇതിൻ്റെ ഒരു വളരെ പ്രകടമായ കാര്യങ്ങൾ അതിനകത്ത് ഞാൻ കണ്ടെത്തിയിരുന്നു. യുവജനങ്ങൾ മിഷനുകൾ സന്ദർശിക്കണമെന്നും ഒരു ടൂറിസ്റ്റ് പോലെയൊക്കെ സന്ദർശിക്കണമെന്നൊക്കെ പറഞ്ഞ് മാർപ്പാപ്പ ഉദ്ബോധിപ്പിക്കുന്ന ഒത്തിരി സന്ദർഭങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അവിടെ ചെല്ലുമ്പോൾ. അപ്പോൾ അന്ന് അവിടെ ചെന്നപ്പോൾ തൊട്ട് ആദ്യത്തെ എൻ്റെ ടാർഗറ്റ് ഇതായിരുന്നു, എന്നോടൊപ്പം അരുണാചൽ മിഷന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കുറേ മനുഷ്യരുണ്ട്. അപ്പം അവർക്കും ആഗ്രഹം, നമുക്ക് പോകണമല്ലോ, കാസർഗോഡ് സോണിലുള്ള എല്ലാവർക്കും അങ്ങനെ ഒരു ആഗ്രഹം. അപ്പോൾ അങ്ങനെ ആ ഒരു ആഗ്രഹത്തിൽ നിന്ന് ആദ്യം തുടങ്ങിയതാണ്. അങ്ങനെ ഓരോരുത്തർ വന്ന് അവിടെ നിന്നുള്ളവർ വന്ന് അവിടുത്തെ വില്ലേജിൽ പോയി താമസിച്ചു. കാസർഗോഡ് നിന്നുള്ളവർ ഞാൻ ചെന്ന് 3-4 മാസം കഴിഞ്ഞപ്പോൾ അവരോട് എത്തി. അപ്പം അവിടെ വന്ന് താമസിച്ച് ഒരു വില്ലേജിലെ പള്ളി കണ്ടിട്ട് അവർ തന്നെ ഫണ്ടൊക്കെ റേസ് ചെയ്തിട്ട് ഇവിടുന്ന് ആ ഒരു വില്ലേജ് പള്ളി പണിയാനുള്ള ഫണ്ടൊക്കെ അവർ തന്നെ ഉണ്ടാക്കി തന്നു. അങ്ങനെ വില്ലേജിലെ പള്ളികളെല്ലാം ഇതുപോലെ ഒത്തിരി ആൾക്കാരുടെ കേരളത്തിൽ നിന്നുള്ളവരെന്ന് തന്നെ പറയാം, ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ളവരുടെ സഹകരണം കൊണ്ടാണ് ഒരു 5-6 സ്ഥലങ്ങളിലെങ്കിലും
നല്ല പള്ളികൾ ഉയർത്താനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു, ഈ ഷെഡുകളൊക്കെ മാറ്റിയിട്ട്. അപ്പം അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജീസസ് യൂത്ത്, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവർ ആദ്യം വന്നു, ബന്ധുക്കളായിട്ടുള്ളവർ വന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജീസസ് യൂത്തിൻ്റെ ഈ 1 മന്ത് മിഷൻ പ്രോഗ്രാമും ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ടൊരു അവസരം വന്നു. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ആൾക്കാരൊക്കെ അവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ജീസസ് യൂത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിൽ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും എനിക്കതിനകത്ത് സന്തോഷമേ ഉള്ളൂ, കാരണം മാക്സിമം ആൾക്കാർ വന്ന് കാണുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സെമിനാരിൽ ചേരുന്ന ആ കാലഘട്ടത്തിലായിരുന്നു, ഇവിടുത്തെ 2001 തോന്നുന്നു ആദ്യത്തെ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം നടക്കുന്നത്. ഔദ്യോഗികമായി ആദ്യം കൾച്ചറൽ എക്സ്ചേഞ്ച് തുടങ്ങിയത് 2001. അന്ന് ഞാൻ ബിസിനസ്സിൽ നിന്ന് മാറി നിന്നുകൊണ്ട് കാസർഗോഡ് സോണിൽ വന്നത് നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അരുണാചൽ പ്രദേശ് ഞങ്ങളുടെ സംസ്ഥാനമായിരുന്നുകൊണ്ട് അരുണാചലിൽ നിന്നുള്ളവരെയും കൂടെ കൂട്ടിയാണ് അങ്ങോട്ട് വിട്ടത്. അപ്പോൾ അവരുടെ കൂടെ ഞാൻ നടന്നു. നമുക്ക് ഇംഗ്ലീഷൊന്നും അറിയത്തില്ല, അറിയാവുന്ന ഇംഗ്ലീഷൊക്കെ തട്ടി മുട്ടി ഇവരെയും കൊണ്ട് നടക്കുവാണ്. അപ്പോൾ അന്നേരം അവരവിടെ വന്നത് കണ്ടു. അതിനുശേഷം അത് പിന്നീട് ഒത്തിരി കാലം അത് തുടർന്നു. ഞങ്ങളുടെയൊക്കെ സുഹൃത്തുക്കളും എല്ലാവരുടെയൊക്കെ വീടുകളിൽ ഇവർ താമസിക്കുന്ന എല്ലാ വർഷവും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇവരെ അങ്ങോട്ട് വിളിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു, കൾച്ചറൽ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ, ഒരു സൈഡിലേക്ക് മാത്രം അയച്ചില്ല. അപ്പം ഞാൻ ഇവരോടും അത് തന്നെ പറഞ്ഞു, ഇവിടെ നിന്നുള്ളവർ അവിടെ വരുന്നു, അപ്പോൾ അവിടെ നിന്നുള്ളവർ ഇവിടെയും വന്ന് കാണണമല്ലോ, എന്നാലേ അത് എക്സ്ചേഞ്ച് ആവുള്ളൂ. അപ്പം അങ്ങനെ ഇവർ വന്നു തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ചൂട് പിടിച്ച് തന്നെ ഈ ജീസസ് യൂത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി പേര് ഒരു 5 വർഷം കൊണ്ട് ജീസസ് യൂത്തിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയും കേരളത്തിനകത്ത് നിന്ന്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിദേശത്തു നിന്നെല്ലാമായിട്ട് ഏതാണ്ട് 200-ലധികം പേര് അതിലേക്കൂടെ വന്ന് ഒരു മാസം ഒരാഴ്ച, പിന്നെ ജീസസ് യൂത്ത് ഫുൾ ടൈമേഴ്സ് ആയിട്ടുള്ളവർ അങ്ങനെ ഒക്കെ. ഈ കഴിഞ്ഞ ഒരു വർഷം ഒരു ഡോക്ടർ സൂര്യ ഉണ്ടായിരുന്നു, ഒരു വർഷം ഉണ്ടായിരുന്നു ശുശ്രൂഷ ചെയ്യാനായിട്ട്, അവിടെ വന്ന് ശുശ്രൂഷ ചെയ്തു. അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് വന്നു. എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവരുടെ ജീവിതത്തെ എല്ലാം വന്നവരുടെ എല്ലാം 3 ദിവസത്തേക്ക് മാത്രമായിട്ട് UK നിന്ന് വന്നവരെ ഞാൻ ഓർക്കുവാണ്. 3 ദിവസം അവരെൻ്റെ കൂടെ അവിടെ താമസിച്ചിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് 5 വർഷത്തെ ലീവിനിടയ്ക്ക് 5 വർഷത്തിന് ശേഷം നാട്ടിൽ വന്നവർ 45 ദിവസത്തെ ലീവിനിടയ്ക്ക് ഒരു 6 ദിവസം വരെ മാറ്റിവെച്ചു. അതുകൊണ്ട് 3 ദിവസം എൻ്റെ കൂടെ അവിടെ താമസിച്ചുള്ളൂ. അവർ തിരിച്ചു പോകുമ്പോൾ അവർക്കുണ്ടായിരുന്നൊരു അനുഭവം എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. അതിനുശേഷം UK എന്ന് തന്നെയുള്ളൊരു പെൺകുട്ടിയുടെ ഇപ്രാവശ്യത്തെ ജീസസ് യൂത്തിൻ്റെ ന്യൂസ് ലെറ്ററിൽ ഉണ്ടെന്ന് തോന്നുന്നു, ഇൻ്റർനാഷണൽ ന്യൂസ് ലെറ്ററിൽ അവളുടെ എക്സ്പീരിയൻസ് അവൾ ഷെയർ ചെയ്തിട്ടുണ്ട്, മിങ്കിയൊരു അനുഭവം. അപ്പോൾ അങ്ങനെ വരുന്നവർക്കെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ വേറെ തരത്തിൽ വലിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ ജീസസ് യൂത്തിൻ്റെ ഒരു ജൂബിലി ഇയർ 2010 ജൂബിലി ഇയറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉണ്ടായ ഒരു ക്യാപ്ഷനാണ് എവറി ജീസസ് യൂത്ത് ഇസ് എ മിഷണറി. ആ സമയം മുതൽ നമ്മൾ അനൗൺസ് ചെയ്തൊരു കാര്യമാണ്, ഓരോ ജീസസ് യൂത്തുകാരും ജീസസ് യൂത്ത് കുടുംബങ്ങളും ഒരു 1 മന്ത് മിഷൻ എക്സ്പോഷറിന് പോകണം. തീർച്ചയായിട്ടും അത്തരത്തിലൊരു പ്രധാനപ്പെട്ട സ്ഥലമായി അച്ഛൻ്റെ സ്ഥലം മാറുന്നു എന്ന് കേൾക്കുന്നതിൽ ഒരു ജീസസ് യൂത്തുകാരൻ എന്ന നിലയിൽ കൂടി എനിക്ക് ഏറെ സന്തോഷമുണ്ട്. അച്ഛൻ, ഞാൻ ഇതിൻ്റെ മറ്റൊരു വശത്തിൽ കൂടി അച്ഛൻ ചോദിക്കുന്നത്, ഇങ്ങനത്തെ ഒരു മിഷൻ സ്പിരിറ്റോട് കൂടി തിരിച്ചു പോകുന്ന ആളുകൾ, അവർക്ക് വന്നതിന് ശേഷം ഉണ്ടാകുന്ന ചില പ്രകടമായ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഒരു എൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, അതിനെക്കുറിച്ചൊരു 1-2 സെൻറ്റൻസിൽ അച്ഛനൊന്ന് പറയാം വളരെ ചെറുതായിട്ട്. അവിടെ വരുമ്പോൾ ഉള്ള ഒരു ചിന്ത എപ്പോഴും എല്ലാവർക്കും വചനം പ്രഘോഷിക്കുക എന്നുള്ളതാണ്. ഞാൻ പെട്ടെന്ന് ഫ്രാൻസിസ് അസീസി പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് പറയാം, സുവിശേഷം പ്രഘോഷിക്കുക, ആവശ്യമെങ്കിൽ ആവശ്യമുള്ളപ്പോൾ മാത്രം വളരെ ഹ്രസ്വമായിട്ട് വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളൊരു. ശരിക്കും അവിടുത്തെ മിഷനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പറയേണ്ടതുണ്ട്, കാരണം അവരെ കാറ്റഗറൈസ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇവിടുന്ന് വരുന്നവരെ സംബന്ധിച്ച് പറയാനായിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒന്നാമത്തെ പ്രശ്നം ഭാഷയാണ്. അതെ, അച്ഛൻ സൂചിപ്പിച്ചിരുന്നു. അപ്പം ആ ഒരു ഭാഷ അവർക്ക് തടസ്സമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അതൊരു മുമ്പോട്ട് പോകാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പം അവർ പെട്ടെന്ന് വന്നു പറയാൻ, അപ്പോൾ അവർക്കൊരു ചെറിയൊരു നിരാശ ഉണ്ടാകും, നമുക്ക് അവരോട് ഒന്നും പറയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറയാറുണ്ട്, നമുക്ക് ഇവിടുന്ന് പലതും സ്വീകരിക്കാനുണ്ട്, നമ്മൾ കൊടുക്കുന്നവർ മാത്രം, നമ്മൾ സ്വീകരിക്കുന്നവരും കൂടിയാണ്. അപ്പം നമ്മൾ വില്ലേജുകളിൽ പോകുമ്പോൾ നമുക്ക് നിങ്ങളുടെ പേഴ്സണൽ ടെസ്റ്റിമണിയൊക്കെ പറ, അപ്പം ഞാൻ ആ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അല്ലാത്ത അവരുടെ പ്രാർത്ഥനാ ജീവിതമൊക്കെ കാണാനുണ്ട്, മണിക്കൂറുകൾ ഇവർ നടക്കുന്നത്, ഇവർ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടു നടക്കുന്നത്, അവരുടെ പരാധീനതകളിൽ അവർ കാണിക്കുന്ന സന്തോഷം. പലരും എന്നോട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, ലളിതമായ ആഭിമുഖ്യങ്ങളെ അവർക്കുള്ളൂ. അപ്പോൾ ഇത്രയും പരിമിതമായ സാഹചര്യത്തിലും ഇത്ര സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിഞ്ഞൊരു അവസരമാണെന്ന് പറഞ്ഞു. അതുപോലെ അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, നമ്മൾ ഒരു വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ പ്രാർത്ഥനാ നിയമം, ഒരിക്കലും ഞാൻ ഓർക്കുന്നു, ഒരു ജീസസ് യൂത്ത് ഇപ്പോൾ കാസർഗോഡ് നിന്ന് വന്നവരാണ്. അപ്പം അവർ പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു പ്രാർത്ഥന ഇൻറ്റൻഷൻ പറഞ്ഞു. നമ്മൾ വൈകുന്നേരങ്ങളിൽ വീടുകളിൽ പോകുമ്പോഴത്തേക്കും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കാറ്റഗിസ്റ്റിൻ്റെ വീട്ടിൽ താമസിക്കും, പിറ്റേ ദിവസം കുർബാനയാണ്. അപ്പോൾ ഈ രാത്രി ഈ കാറ്റഗിസ്റ്റിൻ്റെ വീട്ടിലൊരു പ്രാർത്ഥനാ സർവീസ് ഉണ്ട്. അപ്പോൾ പ്രാർത്ഥനാ സർവീസ് സമയത്ത് അയാൾ പ്രെയർ ഇൻറ്റൻഷൻസ് പറയും, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുക. അപ്പോൾ എനിക്കറിയാം അയാളുടെ ഭാര്യ ഇച്ചിരി സുഖമില്ലാതിരിക്കുന്ന സ്ത്രീയാണ്. അവരെ ചെന്നപ്പോൾ തന്നെ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായും ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്ന അവസരത്തിലാണ് പെട്ടെന്ന് ഈ മനുഷ്യനോട് പ്രാർത്ഥന ഇൻറ്റൻഷൻ പറയാൻ പറഞ്ഞു. അപ്പോൾ അയാൾ ആദ്യത്തെ ഇൻറ്റൻഷനായിട്ട് പറഞ്ഞു, അച്ഛൻ ഞാൻ കഴിഞ്ഞ 19 വർഷമായിട്ട് ഈ പള്ളിയുടെ പാസ്റ്ററാണ്,
കാറ്റഗിസ്റ്റാണ്. അപ്പം ഈ ഒരു ജോലി മരണം വരെ വിശ്വസ്തയോടുകൂടി ചെയ്യാനായിട്ട് കൃപയ്ക്കായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കണം. ഇനി എനിക്ക് കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിത്തരാനായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഒന്നാമത്തെ ഇൻറ്റൻഷൻ. അപ്പം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു, ഇതാണ് ഒന്നാമത്തെ ഇൻറ്റൻഷൻ. രണ്ടാമത്തെ ഇൻറ്റൻഷൻ പറയാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് 5 മക്കളാണ്. അപ്പം ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും താഴെ ടൗണിലാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവരെല്ലാം യുവാക്കളാണ്. അപ്പോൾ അവരൊന്നും ദൈവത്തിൻ്റെ വഴി വിട്ടു പോകാതിരിക്കാനായിട്ടുള്ള കൃപയ്ക്കായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, അടുത്ത മൂന്നാമത്തെ. അപ്പോൾ മൂന്നാമത്തെ ഇൻറ്റൻഷൻ പറഞ്ഞു, നമ്മുടെ ഇവിടെ ഒത്തിരി യുവജനങ്ങളുണ്ടല്ലോ, അവരെല്ലാവരും ടൗണിലാണ് താമസിക്കുന്നത്, പിന്നെ ഇറ്റാനഗറിലാണ് താമസിക്കുന്നത്. അപ്പം അവർ ഒക്കെ മോശമായ വഴി പോകുന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതുണ്ട്, ഈ യുവജനങ്ങൾ വഴിതെറ്റി പോകാതിരിക്കാനായിട്ടുള്ളൊരു പ്രാർത്ഥിക്കണം. 3 പറഞ്ഞിട്ടും പുള്ളി ഭാര്യയുടെ ഇല്ല, അതിന് 3 കഴിഞ്ഞ് തീർന്നു. അപ്പോൾ ഞാനിത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ 3 ഇൻറ്റൻഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനപ്പോൾ ഭാര്യയുടെ കാര്യം പറയുന്നത് ചോദിച്ചു, അത് പറഞ്ഞില്ല. മാത്രമല്ല ഇയാൾ പരാധീനതയുള്ള മനുഷ്യനാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ 3 ഇൻറ്റൻഷൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു നിൽക്കും. എൻ്റെ അടുത്തിരുന്ന ചേട്ടൻ എന്നെ പുള്ളിക്കാരൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. പുള്ളിക്കാരൻ ഇങ്ങനെ ഇരുട്ടാണ്, കാരണം ലൈറ്റില്ല, നടുക്കുള്ള ലോക്കലാണോ? അല്ലല്ല, എൻ്റെ കൂടെ കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്ന കാസർഗോഡ് നിന്ന് വന്നതാണ്. അപ്പോൾ ആൾ എൻ്റെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ വിഷമത്തോടു കൂടി ഒരു വിങ്ങൽ പോലെ എനിക്ക് തോന്നി. എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഈ ഇരുണ്ട വെളിച്ചത്തിൽ കാണാം, കാരണം ഈ അടുപ്പിൻ്റെ തീയുടെ വെളിച്ചം മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ 1-2 മെഴുതിരി കത്തിച്ചിട്ടുണ്ട്, അത്രേ വെളിച്ചമുള്ളൂ, ലൈറ്റൊന്നും ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് കാണാം ഇദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ചേട്ടാന്ന് ചോദിച്ചു, പേര് വിളിച്ച് ചോദിച്ചു. അപ്പം അച്ഛാ, ഞാൻ വിചാരിക്കുമായിരുന്നു ഇത്രയും വർഷം ഈ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിന് ആൾക്കാർ വരുമ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാനായി അവരെ ഒത്തിരി വിശ്വാസം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. 10-15 വർഷമായിട്ട് ഞാൻ ഈ ആൾക്കാരെ വരുന്നവരെ ഞാൻ സ്വീകരിക്കുന്നു, കൊണ്ടു നടക്കുന്നു, ഒരാഴ്ച എൻ്റെ വീട്ടിൽ താമസിപ്പിക്കുന്നു. അപ്പോൾ ഒക്കെ എൻ്റെ ഒരു സന്തോഷം ഞാൻ ഇവർക്ക് ഏതാണ്ടൊക്കെ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, വിശ്വാസം ഞാൻ പഠിക്കേണ്ടത് ഇവിടെ നിന്നാണ്. അച്ഛൻ ഒന്ന് നോക്കിക്കേ, ആത്മീയ മരങ്ങൾക്ക് വേണ്ടിയല്ലാതെ ഇയാൾ വേറെ ഒന്നിനും വേണ്ടി പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. പുള്ളി കണ്ണ് നിറയെ യഥാർത്ഥത്തിൽ. ഇന്നാണ് യഥാർത്ഥമായിട്ടൊരു വിശ്വാസം എന്നാന്നുള്ളത് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയെന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് വരുന്നവരുടെ എല്ലാവരുടെയും മനോ. അവരെന്തെങ്കിലും ചെയ്തു എന്നുള്ളതല്ല, അവർ ഈ ജീവിതം കാണുമ്പോൾ എനിക്ക് ദൈവം തന്ന കൃപകളെക്കുറിച്ച് ഓർക്കാനായിട്ട്. എൻ്റെ തന്നെ റിലേറ്റീവ്സ് ചില യുവാക്കന്മാരായിട്ടുള്ളവരൊക്കെ വന്നവർ പറഞ്ഞതാണ്, ഇത്രയും കൃപ എനിക്ക് ദൈവം തന്നിട്ടുണ്ടെന്നത് ഈ മനുഷ്യരെ കാണുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. അതുകൊണ്ട് ഇനി എൻ്റെ പഠിത്തത്തിലാണെങ്കിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കും. അങ്ങനെ പറഞ്ഞ് പോയവർ ചില ഡെഫിനിറ്റ് ലക്ഷ്യങ്ങൾ അവിടുന്ന് തന്നെ ഇട്ടവർ ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്നത് ഞാനിപ്പോൾ കാണുന്നുണ്ട്. ഞാൻ വളരെ സമയക്കുറവുകൊണ്ട് വ്യത്യസ്തമായ ഒരു ചോദ്യത്തിലേക്ക് പോവുക. അച്ഛൻ്റെ ഇത്രയും ഒരു വൈദിക ജീവിതത്തിലോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള സമയത്തോ ഈ നടന്നു വന്ന വഴികളിൽ അച്ഛനെ സ്വാധീനിച്ച ചില വൈദികരെക്കുറിച്ച് അച്ഛന് പറയാനുണ്ട്? തീർച്ചയായിട്ടും. ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഇടവക വൈദികർ തന്നെ. ഞാനൊരു 26 വയസ്സ് വരെ ഞാൻ പോയിരുന്നത് ലത്തീൻ പള്ളിയിലാണ്. നീലേശ്വരത്ത് ലാറ്റിൻ ചർച്ച ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അവിടെയൊക്കെ വന്നിരുന്ന പ്രായമായ അച്ഛന്മാർ, പ്രത്യേകിച്ച് ഒരു പക്ഷേ നിങ്ങൾക്കറിയായിരിക്കും, ഇവിടെ സമീക്ഷ എന്ന് പറയുന്ന അവിടുത്തെ ആ സ്ഥലം എന്ന് പറയുന്നത് ഒരു അച്ഛൻ്റെ ഇല്ലമായിരുന്നു. മുമ്പുണ്ടായിരുന്നൊരു അച്ഛൻ്റെ തറവാടാണ്. ഇപ്പോൾ സെബാസ്റ്റ്യൻ പൈനാടത്തച്ഛൻ്റെ അമ്മാവിൻ്റെ അവരുടെ ഫാമിലിപ്പെട്ട ഒരു ഇതായിരുന്നു. അതിൽപ്പെട്ട ഒരു ഫാദർ ജോസഫ് ഇടമര മെസ്സയുണ്ട്. ജെസ്യൂട്ടിലെ കേരളത്തിലെ ആദ്യത്തെ ഇതായിരുന്നു, പ്രൊവിൻഷ്യലായിരുന്നു, കേരളത്തിൻ്റെ ആദ്യത്തെ പ്രൊവിൻഷ്യലായിരുന്നു. അപ്പോൾ അത്രയും ഡോക്ടറേറ്റ് 2-3 ഡോക്ടറേറ്റ് ഉള്ളൊരു വൈദികനായിരുന്നു. അപ്പോൾ അവസാന കാലഘട്ടത്തിൽ ഒരു 3 വർഷക്കാലം ഞങ്ങളുടെ ഇടവകയിലാണ് വൈദികനായിട്ട് വന്നത്. അന്ന് 83 വയസ്സുള്ള പേര് ജോസഫ് ഇടമര മെസ്സ. ജോസഫ് ഇടമരം. അപ്പോൾ ആ 3 വർഷം എന്തൊരു നിസ്വനായിരുന്നു അറിയാം. കാരണം ഇത്രയും വിവരമുണ്ട്, ഒത്തിരി സഭാസമൂഹങ്ങളെ വളർത്തിക്കൊണ്ട് വന്ന മനുഷ്യനാണ്. എന്നിട്ടും കീറിയ ലോഹയിട്ട് അത് അച്ഛൻ തന്നെ തുന്നി, ചെരുപ്പാണെങ്കിൽ അച്ഛൻ എന്ത് വേണമെങ്കിലും എടുക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ ലളിതമായിട്ട് ജീവിക്കുന്നു. പ്രാർത്ഥനയുടെ സമയം വരുമ്പോഴത്തേക്ക് ഓടി വന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. മൂക്കത്തായിരുന്നു ചുണ്ടി. ഞങ്ങൾ കുർബാനയ്ക്കൊക്കെ കൂടുമ്പം ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്തെങ്കിലും തെറ്റിയ അച്ഛൻ ഇങ്ങനെ നോക്കും. അപ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. പക്ഷേ ഞാൻ ഒത്തിരി ആരാധിച്ചു. എനിക്ക് എൻ്റെ മുമ്പിലുള്ള ഒരു വലിയൊരു മാതൃക എന്ന് പറയുന്ന ഇടമന അച്ഛൻ. ഞാൻ എൻ്റെ കയ്യിൽ അച്ഛൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ എപ്പോഴും മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ഒരാൾ ഇടമന അച്ഛനാണ്. പിന്നെ അതുപോലെ പിന്നീട് വന്ന ഇടവകളാണെങ്കിൽ സെമിനാരി പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒത്തിരി വൈദികർ ഒരു ഞാൻ ഓർക്കുന്നുണ്ട്, പ്രായമായ വൈദികരൊക്കെ വൈദിക ജീവിതത്തിൻ്റെ മഹത്വം കാണിച്ചെന്ന ഇങ്ങനെ കുറേ ജീവിതങ്ങളാണ്. അതുപോലെ തന്നെ തിയോളജിക്ക് പഠിക്കുന്ന ഞങ്ങളുടെ ഇടവകയിലൊരു ആദ്യം ഉണ്ടായിരുന്ന അച്ഛനാണെങ്കിലും വളരെ ലളിതമായ കാര്യങ്ങളെ ഒരു വൈദികൻ ആവശ്യമുള്ളൂ എന്ന് എന്നെ പഠിപ്പിച്ചത് അച്ഛൻ്റെ ജീവിതമാണ്. നമ്മളെ പ്രത്യേകിച്ച് നമ്മളൊരു യുവത്വത്തിലിരിക്കും നമ്മൾ മാതൃകകളെ അന്വേഷിക്കുന്നത്, ആരും പറയുന്നതല്ല കേൾക്കുന്നത്. മറ്റു പ്രത്യേകിച്ച് തിയോളജിക്ക് പഠിക്കുമ്പോഴത്തേക്കുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മനുഷ്യനാണ് ഫാദർ സിൽവാനോസ് നീ ലിങ്തോ എന്ന് പറയും. സലേഷ്യനാണ്. ഒത്തിരി ഒരു 90 വയസ്സുണ്ടായിരുന്ന അച്ഛൻ. ആ 90 വയസ്സുള്ളപ്പോൾ പോലും ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഷില്ലോങ്ങിൽ. അപ്പം ആ അച്ഛൻ്റെ പ്രത്യേകത വെച്ചാൽ അച്ഛൻ നേരിട്ട് 40,000 പേരെങ്കിലും മാംസം മുക്കിയിട്ടുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. വളരെ തീഷ്ണമതിയാണ്. അപ്പോൾ ആ അച്ഛൻ്റെ ജീവിതം വളരെ സിമ്പിളാണ്. ആൾക്കാർ
ഓടി അണയുക അച്ഛൻ്റെ അടുത്ത്. അച്ഛൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്, അച്ഛൻ്റെ ഒരു ആശീർവാദത്തിന് വേണ്ടി ആൾക്കാർ ഓടി അണയുക. അപ്പോൾ ഒരു ദിവസം അച്ഛനെക്കുറിച്ചൊരു നല്ലൊരു രസമായൊരു കാര്യം ഞങ്ങളുടെ മിസിയോളജി പ്രൊഫസർ ഒരിക്കലും പങ്കുവെച്ചു. അപ്പം അത് ഇപ്രകാരമാണ്, നമ്മൾ എന്തുമാത്രമാണ് ഓരോ കാര്യങ്ങൾക്കായിട്ട് കംപ്ലീറ്റ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ചെറിയ കാര്യങ്ങളൊക്കെ എന്ത് നിസ്സാരമായിട്ട് കാണുന്നു എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് വൈദ്യ ജീവിതത്തിൽ നമ്മളിങ്ങനെ കുറച്ച് കുറവുകൾ കാണുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ആകെ ഡിസ്റ്റർബ്ഡാണ്. ഭക്ഷണത്തിന് രുചിയില്ല, ഭക്ഷണത്തിന് ഉപ്പില്ല, അതൊക്കെ ഡിസ്റ്റർബ്ഡ് ആവാറുണ്ട്. പക്ഷേ ഈ ഒരു അച്ഛൻ്റെ സംഭവം വളരെ രസകരമാണ്. ഇവർ അന്നൊക്കെ ഈ ഞായറാഴ്ച മിനിസ്ട്രിക്ക് പോകുമ്പോൾ ഇവർ ക്യാമറ പ്രൊജക്ടറൊക്കെ ആയിട്ട് പോകും. പണ്ടത്തെ പ്രൊജക്ടർ കണ്ടിട്ടുണ്ടല്ലോ, നമ്മളിങ്ങനെ റീലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം വണ്ടിയിൽ കുറേ ദൂരം പോകും, അവിടുന്ന് പിന്നെ ഇത് ചുമന്നുകൊണ്ട് പോകും. അപ്പോൾ വില്ലേജുകളിൽ പോയി ഇവരെല്ലാം വന്ന് 2 ബ്രദേഴ്സും എല്ലാം കൂടെ പോയി അവിടെ പോയി 2-3 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. അവർ തിരിച്ച് രാത്രിയിലാണ് വരുന്നത്. സാധാരണഗതിയിൽ ഈ അച്ഛൻ്റെ കൂടെ പോയാൽ അച്ഛൻ അവിടുത്തെ ലോക്കലാണ്, അപ്പം അവിടുത്തെ ഖാസി സമുദായത്തിൽ കോതത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് അച്ഛൻ അവിടുന്ന് ഭക്ഷണമെല്ലാം കിട്ടും. പക്ഷേ അന്ന് എന്തുകൊണ്ടോ അവർക്ക് ഭക്ഷണമൊന്നും കിട്ടിയില്ല. അവർ തിരിച്ചു വന്ന് ഇവർക്ക് ഭയങ്കരമായിട്ട് വിശന്നു. അപ്പോഴത്തേക്കും 9-9:30 ആയി. അപ്പോൾ ഷിലോങ് നല്ല തണുപ്പാണ്. അവർ അടുക്കളയെല്ലാം അടച്ചു പൂട്ടി അവർ പോയി. അപ്പോൾ പോയി കഴിഞ്ഞും ഇവർ വന്നപ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കാനൊന്നുമില്ല. ഇവർക്ക് ആകെ സങ്കടം വിഷമമായി. പിന്നെ റെഫക്ടറിനൊക്കെ വിളിച്ചു കൊണ്ടുവന്നപ്പം എപ്പോഴും ബ്രെഡ് അവൈലബിൾ ആണ്. ഇവർ പോയി ബ്രെഡൊക്കെ എടുത്തുകൊണ്ട് വന്ന്, ബ്രെഡും ജാമൊക്കെ എടുത്തുകൊണ്ട് വന്ന്, ഏതാണ്ട് 10-35 വർഷം മുമ്പുള്ള സംഭവമാണിത്. അപ്പോൾ ബ്രെഡൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും നോക്കുമ്പോഴത്തേക്കും അച്ഛനോട് ചോദിച്ചു, അച്ഛാ വേണ്ടതെന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും അച്ഛനുണ്ട് ചോറുണ്ടോണ്ടിരിക്കുക. അപ്പോൾ ഇവർ ഭയങ്കര വണ്ടടിച്ചു. ഇത് അച്ഛൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് ചോറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഇതെവിടെ നിന്ന് ചോറ് കിട്ടിയേ, നിങ്ങൾക്ക് വേണോ, വാ ഞാൻ തരാമെന്ന് പറഞ്ഞു. ഇവർ വിളിച്ചുകൊണ്ടുപോയിട്ട് അച്ഛൻ ഇവരെ വിളിച്ചുകൊണ്ടുപോയിട്ട് കാണിക്കുന്നത് വേസ്റ്റ് പാത്രമാണ്. തലേദിവസം വൈകിട്ട് ഭക്ഷണം കഴിഞ്ഞ് ഇതൊരു പാത്രം കഴിയുന്നതിന് മുമ്പ് ഇതെല്ലാം കൂടെ വേസ്റ്റെല്ലാം കൂടെ ഒരു പാത്രത്തിട്ടുണ്ട്. അച്ഛൻ അതിനകത്ത് നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ട് അച്ഛൻ ആവശ്യമുള്ള ചോറ് ഈ അച്ഛൻ ഇതെടുത്ത് കഴിക്കുക. അപ്പം ഞങ്ങളുടെ മിസിയോളജി പ്രൊഫസർ ഗ്രേറ്റ് പീപ്പിൾ ഇങ്ങനെയുള്ള ചെറിയ നിസ്സാര കാര്യങ്ങളെക്കുറിച്ച് അവർക്കുള്ള കൺസേൺ അല്ല എന്ന് പറയും. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നെ വളരെയധികം സ്വാധീനിച്ചൊരു കാര്യമായിരുന്നത് ചെറിയ കാര്യങ്ങൾക്കുള്ള നമ്മുടെ ഒരു മുറുമുറുപ്പുകളൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു ഗ്രേറ്റ് ഗോൾ ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് ഞാൻ ചിന്തിച്ച് പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ ചിലപ്പോഴെങ്കിലും അതെന്നെ ഒരു ഓർമ്മപ്പെടുത്തലിലേക്ക് അതിനെ കൊണ്ടെത്തിക്കാറുണ്ട്. അതുപോലെയുള്ള ഒത്തിരി വൈദികർ, പ്രത്യേകിച്ച് ഇടവക വൈദികരൊക്കെ നമ്മളെ സഹായിച്ചത് എത്ര നന്ദി പറഞ്ഞാലും പറ്റില്ല. ഇപ്പോൾ മിഷണറിമാരായിട്ടും അതുപോലെ സിസ്റ്റേഴ്സ് അവരൊക്കെയാണല്ലോ നമ്മളെ ഈ ഒരു നിലയിലേക്ക് എത്തിച്ചത്. പിന്നെ മാത്രമല്ല ഞാൻ ഈ സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു. അതുകൊണ്ട് തന്നെ സൺഡേ സ്കൂൾ HM ആയിരുന്നു സെമിനാരി ചെയ്തതിന് തൊട്ട് മുമ്പ്. അപ്പോൾ ആ കാലഘട്ടത്തിലാണെങ്കിൽ ഒത്തിരി അച്ഛന്മാരുമായിട്ട് ബന്ധപ്പെടാനൊക്കെ ഉള്ളൊരു അവസരം എനിക്ക് കിട്ടിയിരുന്നു. അവർ എല്ലാവരിലും നന്മകൾ കുറേശ്ശെ ഉള്ളത് എവിടെന്നെങ്കിലും കിട്ടുന്നത് മേടിച്ചെടുക്കുക എന്നുള്ളൊരു ശീലമായിരുന്നു. അച്ഛാ, ഒരു പക്ഷേ നമുക്ക് ധാരാളം കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, പക്ഷെ നിവൃത്തിയില്ല. പക്ഷെ നമ്മളൊന്ന് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം MCBS കോൺഗ്രിഗേഷനെ കുറിച്ചുള്ള ഇതായിരിക്കും. എനിക്ക് തോന്നുന്നു, പക്ഷേ നമ്മൾ ചെറുതാക്കി പറയേണ്ടി വരുമായിരിക്കും. എനിക്ക് ഒത്തിരി പേര് MCBS കോൺഗ്രിഗേഷനിൽ വളരെ സ്നേഹത്തോടെ ഓർക്കേണ്ട ഒത്തിരി ആളുകൾ വ്യക്തിപരമായിട്ട് എനിക്കുണ്ട്. കുറ്റിക്കലച്ചനൊക്കെ ഉൾപ്പെടെയുള്ള ധാരാളം ആളുകൾ, ജീസസ് യൂത്തിൽ നിന്ന് ധാരാളം പേര്, എനിക്ക് തോന്നുന്നു കുറേ പേരെങ്കിലും അങ്ങനെ ഒരു വൊക്കേഷൻ ജീസസ് യൂത്ത് മൂവ്മെൻറ്റിലൂടെ ഡിസേൺ ചെയ്ത് MCBSൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ കോൺഗ്രിഗേഷനെ കുറിച്ച് 2 വാക്ക്. ഞങ്ങൾ കേരളത്തിൽ തന്നെ രൂപം കൊണ്ട ചങ്ങനാശ്ശേരി രൂപതയിൽ രൂപം കൊണ്ട ഒരു കോൺഗ്രിഗേഷനാണിത്. ഞങ്ങൾ ചങ്ങനാശ്ശേരി രൂപതയിലെ വൈദികരായിരുന്നു ഞങ്ങളുടെ സഭാപിതാക്കന്മാരായ മാത്യു ആലക്കളത്തിലച്ഛനും ജോസഫ് പറയിടത്തിലച്ഛനും. അപ്പം അതിനുശേഷം ആ കാലഘട്ടത്തിൽ വളരെ ദൈവവിളിയൊക്കെ കുറേ ഇവർ ധ്യാനിപ്പിക്കാനൊക്കെ പോകും. അങ്ങനെ കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ടായിരുന്നു ഈ സഭ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഏതാണ്ട് ഒരു 25 വർഷക്കാലം വളരെ സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ളൊരവസ്ഥ. അതിന് ശേഷമാണ് പിന്നെ ഒരു വളർച്ച ഉണ്ട്. 1933 മുതലുള്ള കാലഘട്ടം നോക്കുമ്പോഴത്തേക്ക് അതിനുശേഷം അത് ഗ്രാജുവലി വളർന്ന് എല്ലാ സ്ഥലത്തും നല്ല വളർച്ച ഉണ്ട്. 2 പ്രൊവിൻസുകളായി, കോഴിക്കോട്, കോട്ടയം 2 പ്രൊവിൻസുകളുണ്ട് നിലവിൽ. അപ്പം ഞങ്ങൾ കോട്ടയം പ്രൊവിൻസിലുള്ളവരാണ് അരുണാചൽ പ്രദേശിലേക്ക്. മറ്റ് കോഴിക്കോട് പ്രൊവിൻസിലുള്ള നോർത്ത് ഈസ്റ്റിൻ്റെ മറ്റു ഭാഗങ്ങളിലുണ്ട്, മിസോറാമിലുണ്ട്, ആസാമിലുണ്ട്, മേഘാലയയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അവർ. തീർച്ചയായിട്ടും ഇതൊരു മിഷണറി കോൺഗ്രിഗേഷനാണ്. ഇതൊരു ദിവ്യകാരുണ്യ മിഷൻ സഭയാണ്. എവിടെയാണെങ്കിലും ദിവ്യകാരുണ്യത്തിലേക്ക് ജനത്തെ അടുപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ദൗത്യം. പ്രത്യേകിച്ച് അരുണാചൽ മിഷനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം അവർ ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നൊരു സമൂഹമാണ്. അവർക്ക് വചനം ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ദിവ്യകാരുണ്യത്തിലേക്ക് അവർ വരാനായിട്ട് സമയം എടുത്തുകൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ, വർഷത്തിൽ 1-2 കുർബാനയുള്ളവരാണ്. നമ്മൾ കുർബാനയില്ല മറുപടി പോലും ചെല്ലാൻ പറ്റാത്തൊരു വിഭാഗം ആൾക്കാരായിരുന്നു. അവരുടെ ഇടയിലേക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ പ്രാധാന്യത്തെ എടുത്തു കൊടുത്തുകൊണ്ട് പോകുന്നു. ദിവ്യകാരുണ്യ ആരാധനകളാണെങ്കിലും ഈ വൺ ഡേ പ്രോഗ്രാമുകളും അങ്ങനെയൊക്കെ നടത്തി നമ്മൾ ഇവരെ ഒന്നിച്ച് കൂട്ടുന്നുണ്ട്.
അപ്പം ആ ഒരു രീതിയിൽ ഈ ദിവ്യകാരുണ്യ സഭയ്ക്ക് രണ്ട് തരത്തിലും മിഷണറി സമൂഹം എന്ന നിലയിലും ദിവ്യകാരുണ്യത്തിൻ്റെ സഭ എന്ന നിലയിലും വളരെ കാര്യമായിട്ട് അരുണാചൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ അച്ഛന്മാർക്കൊക്കെ ആണെങ്കിലും അവരാണെങ്കിലും ഇതുപോലെ നോർത്ത് ഈസ്റ്റിനോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ രൂപത അധ്യക്ഷൻ ആണെങ്കിലും പ്രത്യേകിച്ച് ഞങ്ങൾ ഇറ്റാനഗർ രൂപതയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പിതാവാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഞങ്ങളൊപ്പം സഹായിക്കാനും സഹകരിക്കാനും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഏറ്റവും അച്ഛൻ്റെ ഷെയറിങ്സിലൊക്കെ ഏറ്റവും രസമായിട്ട് എനിക്ക് ആദ്യം മുതൽ തോന്നിയത് അച്ഛനൊരു ദിവ്യകാരുണ്യത്തോടുണ്ടായിരുന്ന ഒരു വലിയ സ്നേഹം, ഡെയിലി കുർബാനയ്ക്ക് പോവും എന്ന് പറഞ്ഞൊരു കാര്യവും, അതുപോലെ ഒരു മിഷണറി ആവണം എന്നുള്ളൊരു തീക്ഷണം, ഇത് രണ്ടും കൂടെ ഒന്നിച്ചു ചേരുന്ന ആ പേരിൽ തന്നെ ഉണ്ട് കോൺഗ്രിഗേഷൻ്റെ ആ ഒരു ദിവ്യകാരുണ്യ പ്രേക്ഷിത സഭ എന്ന് പറയുന്നത് തന്നെ. അച്ഛൻ എന്തെങ്കിലും കൂടുതലായിട്ട് ആഡ് ചെയ്യാൻ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇപ്പം ഞങ്ങളാണെങ്കിലും ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ദിവ്യകാരുണ്യ ധ്യാനങ്ങളിലാണ്. ഇപ്പം പലപ്പോഴും പലരും ചോദിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയുടെ സഭ എന്ന് പറയുമ്പോഴത്തേക്കും അഡോറേഷൻ ആണോ പ്രധാനപ്പെട്ട? പ്രത്യേകിച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിശുദ്ധ കുർബാനയെ കൂടുതലായിട്ട് ജനത്തിൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക, വിശുദ്ധ കുർബാന അതേറ്റവും മനോഹരമായിട്ട് ജനത്തിന് അനുഭവഭേദ്യമാകുന്ന വിധത്തിൽ അർപ്പിക്കുക എന്നൊക്കെയുള്ള ഞങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലരും മനസ്സിലാക്കുന്ന ഒരുപക്ഷെ SABS കോൺഗ്രിഗേഷനുമായിട്ടുള്ളൊരു കണക്ഷൻ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, അഡോറേഷൻ ഓഫ് ബ്ലെസ്സഡ് സാക്രമെൻ്റ്. അപ്പോൾ അതാണെന്ന് പലരും ചോദിക്കാം. പക്ഷേ അതിനപ്പുറത്ത് ഈ വിശുദ്ധ കുർബാന അതിൻ്റെ നിയതമായ രൂപത്തിൽ ഏറ്റവും മനോഹരമായിട്ട് ജനത്തിൻ്റെ ഇടയിൽ എത്തിക്കുക, അത് ജീവിക്കുക, അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ടത്. ഞങ്ങളെ സംബന്ധിച്ച് അത് ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വിശുദ്ധ കുർബാനയിൽ നമ്മൾ ക്രിസ്തുവിനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് റൈജു പറഞ്ഞതുപോലെ കുറ്റിക്കലച്ചനെ കുറിച്ചൊക്കെ പറയുന്നത്. ഈ വിശുദ്ധ കുർബാന ജീവിക്കുന്ന പല സാധ്യതകളാണ് ഈ പറയുന്ന ഓരോ മിഷനും ഓരോ മിനിസ്ട്രികളും അതിൻ്റെ ഭാഗമാണ്. അവിടെ ആവശ്യമുള്ളിടത്ത് വിശുദ്ധ കുർബാനയുടെ ആയിത്തീരാനായിട്ട് ഉള്ള പരിശ്രമം നടത്തുമ്പോൾ അവരുടെ ആവശ്യങ്ങളുടെ ഇടങ്ങളിൽ നമുക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല. അത് തന്നെയാണല്ലോ ക്രിസ്തു അവരുടെയൊക്കെ ഇറങ്ങിച്ചെന്നാണ്, മുറിക്കപ്പെട്ട വ്യക്തിയാണ്. ആ ഒരു മുറിക്കപ്പെടൽ ഞങ്ങളിലൂടെ സംഭവിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഫാദർ മാത്യു പുതിയടത്ത് MCBS, അച്ഛനെക്കുറിച്ച് നാളെ ഒരാൾ വ്യക്തിപരമായി അറിയാവുന്ന ഒരാൾ അഭിപ്രായം പറയുകയാണെങ്കിൽ അച്ഛൻ എങ്ങനെയുള്ള വൈദികനാണെന്ന് പറയുന്നത് കേൾക്കാനാണ് അച്ഛൻ ഏറ്റവും കൂടുതൽ നന്നായി തോന്നുന്നത്? ഇഷ്ടമെന്ന് പറയുന്ന വാക്കിനേക്കാളും കൂടുതൽ നന്നായി തോന്നുന്നത്? ഇല്ല, എനിക്ക് അതിനകത്ത് അങ്ങനെ ചോദിക്കും ഞാൻ തന്നെ വണ്ടടിക്കുകയാണ്. പിന്നെ എന്താ പറയുക, അത് എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എന്ന് കർത്താവ് കുരിശിക്കടന്ന് പറഞ്ഞതുപോലെ പൂർത്തിയാക്കി എന്ന് പറയുന്ന ഒരവസ്ഥ, അവൻ ചെയ്യാനുള്ളത് ചെയ്തു എന്ന് പറയാനായിട്ട് സാധിക്കുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഓട്ടം പൂർത്തിയാക്കി ചെയ്യേണ്ടത് ചെയ്യാൻ പറ്റും എന്ന് അച്ഛന് തോന്നുന്നുള്ളൂ. നമ്മൾ അതിനുള്ള പരിശ്രമത്തിലാണല്ലോ. ഇത് പറ്റുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ നമുക്ക് പറ്റുന്നില്ല, കാരണം നമ്മളെല്ലാം മനുഷ്യരാണ്. അപ്പം അതൊരു പരിശ്രമമാണ്. കർത്താവിന് വേണ്ടിയിട്ട് ഓടി പൂർത്തിയാക്കുക എന്നുള്ളത് ഒരു പരിശ്രമമാണ്. അപ്പം അത് സംഭവിക്കുന്നത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കാത്തിരിക്കുന്നു. ദൈവം ഉറപ്പായിട്ടും അച്ഛനെ ഇതുവരെ നടത്തിയ ദൈവം വിശ്വസ്തനായതുകൊണ്ട് അതെന്തായാലും നടക്കും, ഒരു സംശയമില്ല. കാരണം അല്പം പോലും കെടാത്തൊരു തീഷ്ണതയാണ് അച്ഛന് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഉള്ളത്. അതുകൊണ്ട് ഓട്ടം പൂർത്തിയാക്കാൻ പറ്റുമെന്ന് ഉറപ്പാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് അച്ഛൻ ആഗ്രഹിച്ചതുപോലെ എല്ലാം ചെയ്യേണ്ടതെല്ലാം ചെയ്ത് കടന്നുപോയ ഒരു അച്ഛനെന്ന് അച്ഛനെക്കുറിച്ച് മറ്റുള്ളവർ പറയാനിടയാകട്ടെ. അച്ഛൻ്റെ ജീവിതത്തിൽ ഇന്നുള്ള ഈ ലാളിത്യവും അതിനേക്കാളൊക്കെ ഉപരി ഈ മങ്ങാത്ത തീഷ്ണത കൂടുതൽ ആളിക്കത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അച്ഛൻ മുമ്പ് ഒക്കെ സൂചിപ്പിച്ചതുപോലെ അച്ഛൻ്റെ ഫാമിലിയുടെയും കുടുംബത്തിൻ്റെയും വൈദികരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ആ സ്വാധീനത്തിലൂടെയും MCBS സഭയുടെ ആ ഒരു വലിയ പരിശീലനത്തിലൂടെയും അച്ഛന് കിട്ടിയിട്ടുള്ള ആ ഒരു വലിയ പ്രേക്ഷിത തീഷ്ണത മുന്നോട്ട് പോട്ടെ അച്ഛാ. തീർച്ചയായിട്ടും അനേകം ആളുകൾക്ക് ഈ മിഷണറി തീഷ്ണത പകർന്നു കൊടുക്കാൻ അച്ഛൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്തരം കാര്യങ്ങൾ ഇനിയും തുടരാൻ പറ്റട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ശാലോം TVയുടെ ജോഷു എന്ന ഈ പ്രോഗ്രാമിൽ അച്ഛനോടൊപ്പമുള്ള ഈ 3 എപ്പിസോഡുകളിലെയും അച്ഛൻ്റെ പങ്കുവെക്കലുകൾക്ക് ഏറെ നന്ദി. താങ്ക് യു അച്ഛൻ. ദൈവാനുഗ്രഹിക്കട്ടെ. ജയ് യേശു. ജയ് യേശു. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം.
നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ.